പി മുസ്തഫ, വിമർശനങ്ങൾ ഓരോന്നോരോന്നായി പറയാം. കാരണം ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിമർശനങ്ങളും അതുപോലെ ആദികേശവൻ സാറിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ അവർ ആശങ്കകളായി മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഒന്നൊന്നായി എടുക്കാം. ആദ്യത്തെ കാര്യം, ഇതൊരു സ്വാഭാവികമായും ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നാട്ടുകാർ പ്രതീക്ഷിക്കും. ഇടതുപക്ഷ സർക്കാർ നൽകിയ വാഗ്ദാനമാണ് പടിപടിയായി ഈ ക്ഷേമ പെൻഷൻ 2500 വരെ ഉയർത്തും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ 2023, 24, 25 ആകുമ്പോഴേക്കും ഒരു 2000 രൂപയെങ്കിലും കൊടുക്കാൻ പാകത്തിലുള്ളതാകണമായിരുന്നു. പക്ഷേ 100 രൂപ പോലും ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് നമ്മൾ കണ്ടിട്ടില്ല. ചില ഗഡുക്കൾ മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. രണ്ടാമത്തെ കാര്യം, കിഫ്ബി ഒരിക്കലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാകില്ല എന്ന് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ അനുബന്ധ 6 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നൽകിയ ഉറപ്പുമായിരുന്നു. പക്ഷേ ഈ കിഫ്ബിയിലൂടെ സമാഹരിക്കുന്ന പണം കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തുന്നത് കൊണ്ട് കിഫ്ബിയുടെ റോഡുകൾക്ക് ചുങ്കം ചുമത്താനുള്ള തീരുമാനമുണ്ടായിരിക്കും. അതായത് സർക്കാർ നൽകിയ വാഗ്ദാനത്തിനും ഇടതുപക്ഷത്തിൻ്റെ നയത്തിനും വിരുദ്ധമായി ഒരു ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത് സാമ്പത്തിക സ്ഥിതി കുഴപ്പമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശാവഹമായ പ്രതീക്ഷാ നിർഭരമായ എന്ത് പ്രഖ്യാപനമാണ് ഈ ബജറ്റിലുള്ളത് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. ശ്രീ പി മുസ്തഫ. വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് KN ബാലഗോപാൽ കേരള സർക്കാരിൻ്റെ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് പോലെ ഇതൊരു സാമ്പത്തിക രേഖയാണ്, രാഷ്ട്രീയ പ്രസംഗമല്ല, അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണവുമല്ല. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ വികസന സംബന്ധിയായ രാഷ്ട്രീയ ബദൽ ഈ ബജറ്റിലെ എല്ലാ സമീപനങ്ങളിലും ഉണ്ടാകും. അത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തെ സംബന്ധിച്ച സാമ്പത്തിക കാഴ്ചപ്പാടാണ് ബജറ്റിലൂടെ ഇന്ന് ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ബാലഗോപാൽ മാത്രം ചെയ്യുന്നതല്ല. എല്ലാ കാലത്തും ഇടതുപക്ഷം, നേരത്തെ തോമസ് ഐസക് ആയിരുന്നപ്പോൾ, ഇതിനു മുമ്പുള്ള 3 വർഷം ബാലഗോപാൽ തന്നെയായിരുന്നപ്പോൾ എല്ലാം ഈ തരത്തിലാണ് സംസ്ഥാനത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചും സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചുമുള്ള സാമ്പത്തിക രേഖ എന്നുള്ള നിലയിൽ ബജറ്റിനെ സമീപിച്ചിട്ടുള്ളത്. അതിലെല്ലാം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുമുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് മന്ത്രിക്ക് ഈ നമ്മുടെ സാമ്പത്തിക രംഗം നേരിട്ട പ്രതിസന്ധി കഴിഞ്ഞ 2-3 വർഷമായി ഈ ധനകാര്യമന്ത്രി തന്നെ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള സാമ്പത്തിക കുഴപ്പത്തിൽ നിന്ന് നമ്മൾ ഇതാ പതുക്കെ കരകയറുകയാണ് എന്ന് അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്നത്? കഴിഞ്ഞ ഈ നടപ്പ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് 2024 ഏപ്രിലാണ് ഗോപീഷൻ. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം കൂടിയായിരുന്നു. ഇടതുപക്ഷം നേരിട്ട വലിയ രാഷ്ട്രീയ വിമർശനങ്ങളിലൊന്ന്, ജനങ്ങളിൽ നിന്നുള്ള വലിയ വിമർശനങ്ങളിലൊന്ന്, സാമൂഹ്യക്ഷേമ പെൻഷൻ 5 മാസം മുടങ്ങിക്കിടക്കുന്നു. അത് അന്നത്തെ അനുഭവമാണ്. എന്നാൽ ഇപ്പോൾ ആ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലേക്ക്, ഈ ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കഴിഞ്ഞ 10 മാസമായി കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടില്ല. 24 ഏപ്രിലിന് മുമ്പുള്ള 5 മാസം മുടങ്ങിയതിൽ 2 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തു. ഇപ്പൊ പഴയ കുടിശ്ശികയിൽ 3 മാസത്തെ കുടിശ്ശിക മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ ഏപ്രിലിന് ശേഷം ഈ സാമ്പത്തിക വർഷമുള്ള മറ്റു മാസങ്ങളിലെല്ലാം അതത് മാസം തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ജനുവരി വരെയുള്ളത് കൊടുത്തു, ഫെബ്രുവരിയിലത് എല്ലാ മാസവും കൊടുക്കുന്ന പോലെ ഈ മാസം 20-ാം തീയതിക്ക് ശേഷം കൊടുത്തു തുടങ്ങും. അപ്പോൾ ഈ സാമ്പത്തിക വർഷ ആരംഭത്തിൽ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ച തൊട്ടു പിറകെയുള്ള സന്ദർഭങ്ങളിൽ മുടങ്ങിക്കിടന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയില്ലാതെ ഇപ്പോൾ പ്രതിമാസം കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അവിടെ നിന്നുള്ള മാറ്റമല്ലേ? ശരി, ശ്രീ വി പി ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ താങ്കൾ ഈ ബജറ്റിനെ വിശേഷിപ്പിക്കുമ്പോൾ താങ്കൾ ഉപയോഗിച്ച ഒരു പദം തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് എന്നാണ്. അതിനെ പ്രതിപക്ഷം ഖണ്ഡിക്കുന്ന 1-2 കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, 1160 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അഭിമാനപൂർവ്വം മുന്നോട്ട് വെച്ച ഭവന നിർമ്മാണ പദ്ധതിയായ ലൈഫിന് നീക്കിവെച്ചിരിക്കുന്നത്. ധനമന്ത്രി തന്നെ പറഞ്ഞത് ചരിത്രത്തിലാദ്യമായി ഇത്ര വലിയൊരു തുക അതിനുവേണ്ടി നീക്കിവെക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നേരത്തെ ഇപ്പോൾ റോജിയൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ റിയൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്നുള്ളതാണ്. 500 കോടി രൂപ കഴിഞ്ഞ തവണ ലൈഫ് മിഷൻ പദ്ധതിക്ക് നീക്കിവെച്ചപ്പോൾ 24.5% ആ പദ്ധതിക്ക് വേണ്ടി ചിലവഴിച്ച തുക, ആ പദ്ധതിക്ക് വേണ്ടി ചിലവഴിക്കപ്പെട്ട തുക. അപ്പോൾ എന്ത് യാഥാർത്ഥ്യ ബോധമാണ് അതിലുള്ളതെന്നും ചോദ്യം. തദ്ദേശ ഇപ്പോൾ സപ്ലൈകോയ്ക്ക് 700 കോടി കൊടുക്കുന്നു.
അപ്പോൾ പ്രതിപക്ഷം പറയുന്നു സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള കടം വീട്ടാൻ വേണ്ടി നൽകേണ്ട തുക 700 കോടിയുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രവർത്തന മൂലധനം എന്താണ്? എങ്ങനെയാണ് സപ്ലൈകോ മുന്നോട്ട് പോകാൻ പോകുന്നത്? വിതരണക്കാരുടെ സമരമൊക്കെ താങ്കളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകുമല്ലോ. അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ കാര്യം റബ്ബറിൻ്റെ തറവില നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടാണ്. 170 രൂപയായിരുന്നത് 180 രൂപയാകുന്നു. അപ്പോൾ മാർക്കറ്റ് റേറ്റ് എത്രയാണ്? 208ഉം 210 രൂപയാണ്. അപ്പോൾ വിപണിയിൽ എന്താണ് നടക്കുന്നത് എന്നത് പോലും മനസ്സിലാക്കാതെ തറവില നിശ്ചയിക്കുന്ന സർക്കാരിൻ്റെ ബജറ്റ്, ഇത് ഏത് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ പുറത്താണ് ഈ ബജറ്റ് എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ശ്രീ VBP. വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതായിരുന്നു സാമ്പത്തിക വർഷം ആരംഭത്തിലെ വലിയ പ്രതിസന്ധി. അത് മറികടന്നിരിക്കുന്നു. ഇപ്പോൾ സപ്ലൈകോയെ കുറിച്ച് പറഞ്ഞു. എന്താ ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള സന്ദർഭം ഗോപീകൃഷ്ണൻ ഓർമ്മിക്കുമല്ലോ. റോജി ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച വിമർശനം എന്താ? മാവേലി സ്റ്റോറുകളിൽ സാധനമില്ല, അതായിരുന്നില്ലേ സാഹചര്യം. ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ മാവേലി സ്റ്റോറുകളിലെ സ്ഥിതി എന്താ? അപ്പോൾ ഈ സാമ്പത്തിക വർഷാരംഭത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ച ആ വിമർശനത്തെ അതിജീവിച്ച് താങ്കളിപ്പോൾ ഇവിടെ പരാമർശിച്ച സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ സാധനങ്ങൾ നിറച്ച് ആളുകൾക്ക് ആശ്രയിക്കാവുന്ന നിലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് അവരുടെ ശമ്പള പരിഷ്കരണം കുടിശ്ശികയുണ്ടായിരുന്നു, DA കുടിശ്ശികയുണ്ടായിരുന്നു, സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശികയുണ്ടായിരുന്നു. അതിൽ ശമ്പള പരിഷ്കരണ കുടിശ്ശികയെക്കുറിച്ച് ഒരുറപ്പും നേരത്തെ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിലെ 2 ഗഡു കൊടുത്തിരിക്കുന്നു. DA കുടിശ്ശിക 2 ഗഡു കൊടുത്തിരിക്കുന്നു. സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശിക മുഴുവനും ഇന്ന് 600 കോടി അതിനും നീക്കിവെച്ചതോടുകൂടി തീർന്നിരിക്കുകയാണ്. ഇതൊക്കെ സാമ്പത്തിക വർഷാരംഭത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ നിലയിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയാണ്. ഇനി താങ്കൾ സൂചിപ്പിച്ച ലൈഫ് മിഷന്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്താ? LDF ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളിൽ ഒന്നാണ് ആളുകൾക്ക് കയറി കിടക്കാൻ ഒരു വീട് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും കൂടി കൊടുക്കുന്ന പദ്ധതി കൂടി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇതിനകം തന്നെ 5.25 ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു കേരളത്തിൽ. പക്ഷെ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്താ? നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ വൻ കുതിപ്പുണ്ടായിരിക്കുകയാണ്. കമ്പിയുടെ വിലയിൽ വർധനവ്, സിമെന്റിന്റെ വിലയിൽ വർധനവ്. അതുകൊണ്ട് ഈ 4 ലക്ഷം രൂപ കൊണ്ട് മാത്രം, ഗോപീകൃഷ്ണൻ അറിയാമല്ലോ, നമ്മൾ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അത് പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ 6 ലക്ഷം വരെയും. അങ്ങനെ കൊടുക്കുന്നിടത്ത് ഈ പണം കൊണ്ട് മാത്രം കേരളത്തിൽ ഒരു വീട് പൂർത്തിയാകില്ല. നമ്മൾ ഉത്തരേന്ത്യൻ നാടുകളിലെ സാഹചര്യത്തിലല്ലല്ലോ ഉള്ളത്. അവിടെ 72,000 കേന്ദ്രം കൊടുക്കുന്നത് ആകെ ഒരു ഗ്രാമീണ മേഖലയിൽ ഒരു വീട് കെട്ടാൻ ആവില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വീടുകൾ ഈ പണം സത്യത്തിൽ ഞാൻ ഉന്നയിച്ച ആക്ഷേപം, ആരോപണം അല്ലെങ്കിൽ ഞാൻ ഉന്നയിച്ച വിമർശനം അതൊന്നും ആയിരുന്നില്ല VPP. ഞാൻ പറഞ്ഞത് പദ്ധതികൾക്ക് വേണ്ടി വിഹിതം കൂട്ടി നിശ്ചയിക്കുന്നു എന്ന് പറയുമ്പോഴും ആ പദ്ധതി വിഹിതം പ്രയോഗത്തിൽ വരുന്നില്ല. അതായത് എല്ലാം കോസ്റ്റ് കട്ടാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഈ 50% ഈ പദ്ധതി നടത്തിപ്പിനുള്ള വിഹിതം കട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒരു വലിയ മേന്മയായി ബജറ്റിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് എത്രത്തോളം റിയലിസ്റ്റിക് ആണ് ഈ ബജറ്റിലെ സംഖ്യകൾ, അക്കങ്ങൾ എന്ന് ഞാൻ ചോദിച്ചത്. അല്ല, വളരെ റിയലിസ്റ്റിക് ആണല്ലോ. ഇപ്പം നേരത്തെ ശ്രീ റോജി ജോൺ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, അവർ ഇന്നലെ വരെയുള്ള പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ കണക്കുകൾ എടുത്തു. അദ്ദേഹം തന്നെ പറഞ്ഞെന്താ, എല്ലാ വകുപ്പുകളിലും 40-45% വരെ ചെലവഴിച്ചു എന്നാണ്. 40-45% വരെ എല്ലാ വകുപ്പുകളിലും ചെലവ് വന്നു. എപ്പോ? ഫെബ്രുവരി മാസം 5-ാം തീയതിയിലേക്ക്. ഇനി ഏതാണ്ട് 10-40-60 ദിവസം ബാക്കി കിടക്കുകയാണ്. എല്ലാ വർഷത്തെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ. മാർച്ച് മാസത്തിലാണ് കൂട്ടത്തോടെ ബില്ലുകൾ വരുന്നതും ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഗോപീകൃഷ്ണൻ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ മാർച്ച് മാസത്തെ ചെലവുകൾ അത് വൻതോതിൽ കൂടി വരുമ്പോൾ അത് നിർവഹിക്കാൻ ഗവൺമെന്റിന് സാധിക്കുമോ, ട്രഷറി പൂട്ടുമോ, നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ കഴിഞ്ഞ 2-3 വർഷം ഓരോ മാർച്ച് മാസവും എത്തുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വെച്ച് വാർത്തകൾ ഉൾപ്പെടെ ചർച്ചകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മാർച്ച് മാസം ആകുമ്പോഴേക്കും ഇപ്പോൾ ഉള്ളതിന്റെ വലിയ നിലയിൽ വരും. പക്ഷെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ശരി VPP, ഞാനൊന്ന് വരാം. VPP നമുക്ക് വിശദമായി ഒന്നുകൂടെ ചർച്ച ചെയ്യാം. ഞാൻ താങ്കൾ